ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏതായാലും വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് SIT എത്തുന്നത്. പാളികൾ കൈമാറാനുള്ള അനുമതിയിലും കട്ടിളപ്പാളിയും വാതിലും സ്വർണം പൂശാൻ അനുമതി നൽകിയതിലും ദുരൂഹതയുണ്ടെന്നാണ് നിഗമനം. കട്ടിളപ്പാളിയും വാതിലും പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയില്ലെന്നാണ് തന്ത്രിമാരുടെ മൊഴി. ഹരിമോഹനാണ് ചേരുന്നത്. ഹരിമോഹൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ പാളികൾ പുറത്തു കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിയിട്ടില്ല. അറ്റകുറ്റപ്പണിക്ക് മാത്രമാണ് അനുമതി നൽകിയെന്ന തരത്തിലുള്ള മൊഴികളാണ് വന്നത്. പക്ഷേ എങ്ങനെയാണ് അത് പുറത്തു പോയത്? അതൊരു തീരുമാനം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? അപ്പോൾ തന്ത്രിമാർ ഇതുവരെ നൽകിയ മൊഴികൾക്കപ്പുറം കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണോ SIT നിഗമനം? വിനിത, കഴിഞ്ഞ ദിവസം, അതായത് ഈ മണ്ഡലമാസം തുടങ്ങുന്നതിന് മുൻപ് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ളത് തന്നെ SIT ഒരു വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ വിലയിരുത്തൽ എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ പാളികൾ, ദ്വാരപാലക പാളികൾ പുറത്തേക്ക് കൊടുത്തുവിടാൻ, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ട് സ്വർണം പൂശുന്നതിന് വേണ്ട അനുമതി താൻ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം മഹേഷ് മോഹനര് ഇതിനോടകം തന്നെ SITയോട് സമ്മതിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയുണ്ട്, അതിന് രേഖകളുമുണ്ട്. ആ രേഖകളിൽ താൻ എഴുതിയിരിക്കുന്നത് ഈ സ്വർണം പൂശാൻ വേണ്ടി പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ വിരോധമില്ല എന്നുള്ള ഒരു വരിയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. SIT ഇക്കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ കണ്ഠര് മഹേഷ് മോഹനര് പറയുന്ന മറ്റൊരു കാര്യം, ഈ കട്ടിളപ്പാളി ഒപ്പം തന്നെ ശ്രീകോവിലിന്റെ വാതിൽ, ഇവ രണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി താൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് സന്നിധാനത്ത് വെച്ച് അതിൽ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയുള്ള അനുമതി മാത്രമാണ് താൻ നൽകിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ പാളികൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ്. പക്ഷെ അത് സന്നിധാനത്ത് വെച്ച് തന്നെ ആ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണം എന്നുള്ള അനുമതിയാണ് നൽകിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോവുകയും സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ട അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ആരാണ് അനുമതിക്ക് കാരണമായ വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്നുള്ള ഒരു സംശയത്തിലേക്ക് SIT എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കട്ടിളപ്പാളിയും ശ്രീകോവിലിന്റെ വാതിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തന്ത്രിമാർ പറഞ്ഞിട്ടുള്ള മൊഴി ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് മറ്റു ചില ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. തന്ത്രിമാരെ, അതായത് കണ്ഠര് മഹേഷ് മോഹനരെ മാത്രമല്ല രാജീവരെയും മോഹനരെയും ഒക്കെ തന്നെ വീണ്ടും അവരുടെയൊക്കെ തന്നെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൽ ഈ ഒരു ദ്വാരപാലക പാളികൾ മാത്രമായിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയും മറ്റേത് രണ്ടും സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതിയും എന്ന് പറയുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് രേഖകളിൽ അതിൽ വ്യക്തതയില്ല. രേഖകളിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് SITയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂവരെയും വീണ്ടും ആവശ്യാനുസരണം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ മൊഴിയെടുപ്പ് നടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്, അല്ലെങ്കിൽ SIT പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഇനിയിപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ദിവസം എടുത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അതിനുശേഷം ഈ അധിക സമയം ലഭിക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു നീക്കമുണ്ടാവുക. ഇപ്പോൾ റിപ്പോർട്ട് അന്തിമഘട്ടത്തിൽ തയ്യാറാക്കുന്നതിന്റെ കുറച്ച് തിരക്കുകളാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് അതിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, തുടരണം.